ഈ മദ്യപിച്ച് നടക്കുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ട് അഡിക്ഷൻ. നിങ്ങൾ സ്ഥിരമായി കുടിക്കുന്ന ചായ, നിങ്ങൾ കഴിക്കുന്ന അമിതമായ ഭക്ഷണം, ഇതെല്ലാം അഡിക്ഷൻ തന്നെയാണ്. ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് അഡിക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു ക്യാരക്ടറാണ്, ഒരു ബ്രെയിനിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. അതിന് പോസിറ്റീവ് ആയിട്ടുള്ള അഡിക്ഷനും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള അഡിക്ഷനും ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള അഡിക്ഷനിലേക്ക് നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് ഫോം ചെയ്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ നെഗറ്റീവ് അഡിക്ഷന്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലായി അതിലേക്ക് എൻഗേജ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര അഡിക്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തണം. നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നസും മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ നെഗറ്റീവ് അഡിക്ഷനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോസിറ്റീവ് അഡിക്റ്റീവ് ഹാബിറ്റ്സ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ സ്വന്തമായിട്ട് എടുക്കാനും സാധിക്കും. അത് മാത്രമല്ല, ഈ അഡിക്ഷൻ പോലുള്ള ബ്രെയിനിന്റെയോ ശരീരത്തിന്റെയോ ബയോളജിക്കൽ ഫീച്ചേഴ്സിനെ നിങ്ങൾക്ക് പോസിറ്റീവ് ഗ്രോത്തിലേക്ക് റീഡയറക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അഡിക്ഷൻ എന്നുള്ള വാക്ക് ഒരു നെഗറ്റീവ് വേർഡ് അല്ല, അതൊരു ന്യൂട്രൽ വേർഡ് ആണ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ ഏത് അഡിക്ഷൻ ചൂസ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് അഡിക്ഷനെ ബീറ്റ് ചെയ്യണമെങ്കിൽ, പോസിറ്റീവ് ആയിട്ടുള്ള അഡിക്ഷനിലേക്ക് ലൈഫ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഹെൽപ്പ് യു. ഈ വീഡിയോന് താഴെ കൊടുത്തുള്ള ഡിസ്ക്രിപ്ഷൻ വായിക്കുക. ആൻഡ് ബി അഡിക്റ്റഡ് ടു എ പോസിറ്റീവ് ലൈഫ്. യു ക്യാൻ ലിവ് ദിസ് ലൈഫ് ബെറ്റർ. ഓൾ ദി ബെസ്റ്റ്.